നാടിനെ മുഴുവൻ നടുക്കിയ സംഭവമാണ് ഇന്നലെ ഹരിപ്പാട് നടന്നത്. ഹരിപ്പാട് കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ യുവാവും സ്കൂൾ വിദ്യാർത്ഥിനിയും ട്രെയിനിടിച്ചു മരിച്ചു. ചെറുതന കണ്ണോലിൽ കോളനിയിൽ മുരളീധരൻ നായർ അംബിക ദമ്പതികളുടെ മകൻ ശ്രീജിത്തും ഹരിപ്പാട് നടുവട്ടം കാട്ടിച്ചിറയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകൾ ദേവികയുമാണ് മരിച്ചത്. രാവിലെ 11:30 കൊച്ചുവേളി എക്സ്പ്രസിൽ ട്രെയിനിന് മുന്നിൽ ചാടി ഇരുവരും ജീവനൊടുക്കുകയായിരുന്നു. ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇരുവരും പ്ലാറ്റ്ഫോമിന്റെ വടക്കുഭാഗത്ത് അരമണിക്കൂറോളം സംസാരിച്ചു നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. ട്രെയിൻ വരുന്ന ശബ്ദം കേട്ട് ഇരുവരും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നത് ഗേറ്റ് കീപ്പർ ശ്രദ്ധിച്ചു. കരുവാറ്റയിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിൻ ആയതിനാൽ വേഗത്തിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു. ഇതോടെ ഇരുവരും ചെരുപ്പഴിച്ചു വയ്ക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടരുതെന്ന് ഉറക്കെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ട്രെയിൻ അടുത്തു വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിനിനു മുന്നിലേക്ക് ചാടുകയായിരുന്നു. ശരീരം തിരിച്ചറിയാത്ത വിധം ചിന്നിച്ചിതറിപ്പോയിരുന്നു. ഷാംപൂ വാങ്ങാൻ കടയിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് ദേവിക രാവിലെ വീട്ടിൽ നിന്ന് പോയത്. ദേവിക ഹരിപ്പാട് ഗവൺമെന്റ് HSS+1 വിദ്യാർത്ഥിനിയാണ്. ശ്രീജിത്തിന്റെ ഭാര്യ രാഗിയുടെ വീടിന്റെ സമീപമാണ് ദേവികയുടെ വീട്. ശ്രീജിത്തുമായുള്ള അടുപ്പത്തിൽ നിന്നും ദേവികയെ പിന്തിരിപ്പിക്കാൻ വീട്ടുകാർ ശ്രമിച്ചതായി പോലീസ് പറഞ്ഞു. അതേസമയം ഇരുവരുടെയും മരണകാരണമാണ് ഞെട്ടിക്കുന്നത്. ഭാര്യ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തിയ ശ്രീജിത്തിന് പെട്ടെന്നാണ് രാഖിയുടെ വീടിന്റെ അടുത്തുള്ള ദേവികയുമായി പരിചയത്തിലാകുന്നത്. ഈ പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ദേവികയും ശ്രീജിത്തും തമ്മിലുള്ള പ്രണയബന്ധം ഭാര്യയായ രാഖി അറിഞ്ഞു. പിന്നീട് ആ വീട്ടിൽ എപ്പോഴും വഴക്കായിരുന്നു. ദേവികയുടെ പേരും പറഞ്ഞ് രണ്ടുപേരും വഴക്കിടുമായിരുന്നു. രണ്ടുപേരുടെയും ബന്ധത്തിനെതിരെ രാഖിയും കൂട്ടുകാരും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ മനസ്സിലാകില്ലെന്ന് കരുതിയ ഇരുവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു.